Debate with Dr. Arun Kumar. രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിന് ജനം മാർക്കിടുന്ന തിരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലേത്. അക്ഷരാർത്ഥത്തിൽ സെമി ഫൈനൽ. UDFന്റെ കുത്തക മണ്ഡലങ്ങളായ തൃക്കാക്കരയോ പുതുപ്പള്ളിയോ പാലക്കാടോ പോലെയല്ല നിലമ്പൂർ. LDFന്റെ ചേലക്കര പോലെയുമല്ല നിലമ്പൂർ. 2 തവണ അൻവറിനോടൊപ്പമാണെങ്കിലും നിലവിൽ ഇടതുമണ്ഡലമാണ് നിലമ്പൂർ. പിടിച്ചെടുത്താൽ അത് ഇടതിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു എന്ന് UDFന് അഭിമാനിക്കാം. പിണറായിസത്തിന് താക്കീതാവും. UDFന്റെ ആത്മവിശ്വാസം ഇരട്ടിക്കും. ഇടത്ത് തന്നെ മണ്ഡലം നിലനിർത്തിയാൽ അൻവറിന്റെ രാഷ്ട്രീയ കഥ കഴിയും. UDFന് പുതുതന്ത്രം തിരയേണ്ടി വരും. ആവനാഴിയിലെ അസ്ത്രങ്ങൾ പോരാതെ വരും. ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഒരു മുഴം മുൻപേ എത്തിയ UDF സ്ഥാനാർത്ഥിക്കെതിരെ പാളയത്തിൽ പടപ്പുറപ്പാട് നടത്തുന്ന PV അൻവർ UDFന് ബാധ്യതയാകുമോ? പിണറായിസത്തിനെതിരെയുള്ള യുദ്ധം പ്രഖ്യാപിച്ച് ഒടുവിൽ UDFനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണോ PV അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്? PV അൻവറിന്റെ യുദ്ധം ആരോട് എന്നാണ് ചോദ്യം. മുൻതൂക്കം ആർക്ക്? അതിഥികളായി നമുക്കൊപ്പം CPM പ്രതിനിധി SK സജീഷ്, BJP പ്രതിനിധി അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, രാഷ്ട്രീയ നിരീക്ഷകൻ കോൺഗ്രസ് സഹയാത്രികനുമായ നിസാം സെയ്ദ്, രാഷ്ട്രീയ നിരീക്ഷകൻ ജോർജ് പൊടിപ്പാറ എന്നിവരാണ്. ഞാൻ ആദ്യം LDF പ്രതിനിധിയിലേക്ക്, CPM പ്രതിനിധി സജീഷിലേക്ക് പോകുന്നു. സജീഷ്, ഇത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥിയെ ആവശ്യമുണ്ട്, ചിഹ്നം പ്രശ്നമല്ല എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. സ്ഥാനാർത്ഥിയെ നിർത്താൻ വൈകുന്നത് ട്രോളുകളായി തുടങ്ങുന്നു. വൈകുന്ന ഓരോ മണിക്കൂറും LDFനെ സംബന്ധിച്ച് തിരിച്ചടിയാകുമോ? തൃക്കാക്കരയിലേതുപോലെ, പുതുപ്പള്ളിയിലേതുപോലെ, പാലക്കാട്ടേതുപോലെ സ്ഥാനാർത്ഥിയെ ആദ്യം പ്രഖ്യാപിച്ച് ഒരു മുഴം മുൻപേ എത്തിയോ UDF? അരുൺ, സത്യത്തിൽ നമ്മൾ ഈ ചർച്ച തുടങ്ങുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വെച്ച് തുടങ്ങുക എന്ന് പറയുന്നത് തന്നെ ഒരു ശരിയായ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പക്വത കുറവാണ് അത്തരം പോസ്റ്റുകളിലൂടെയെല്ലാം വെളിപ്പെട്ടുകൊണ്ടിരിക്കും. രാഷ്ട്രീയം പരസ്പരം ട്രോളലും തമാശയായി അവതരിപ്പിക്കലും അതിലൂടെ ഒരു പബ്ലിസിറ്റി നേടലുമാണ് എന്നൊക്കെ കരുതുന്ന അല്പത്തരത്തിൻ്റെ ഒരു പ്രതീകമായി അദ്ദേഹം മാറുമ്പോൾ അതിനൊന്നും അഭിപ്രായം പറയാൻ മറ്റുള്ളവർക്ക് സാധ്യമാവില്ല. പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടും അല്ലെങ്കിൽ ലീഡർഷിപ്പിലെ ആളുകൾ പരസ്പരം പറയുന്ന കാര്യങ്ങളും ഒക്കെ നമുക്ക് പരിശോധിക്കാം. അതൊക്കെ ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവൊക്കെ വന്ന വഴിയും പൊളിറ്റിക്കൽ അനുഭവത്തിൻ്റെയും ഒക്കെ കുറവ് കൊണ്ട് പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളാണ്. അതിലൂടെ നമ്മൾ ചർച്ച ആരംഭിക്കണമെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പിനെ എന്നുള്ള രീതിയിൽ ആരംഭിക്കുന്നതായിരിക്കും നന്നാവുക. സ്ഥാനാർത്ഥിയെ ഒരു തരത്തിലും വൈകുന്ന സാഹചര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വരുന്നില്ല. CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമെല്ലാം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന രീതിയും അതിൻ്റെ ഓരോ ഘട്ടങ്ങളുമുണ്ട്. ആ ഘട്ടങ്ങളെല്ലാം പൂർത്തീകരിച്ച് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ടത് സംഘടന സജ്ജമാവുക എന്നുള്ളതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിന് സജ്ജമാണ്. നേരത്തെ തന്നെ കൃത്യമായ സംഘടന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും മുന്നൊരുക്കങ്ങളും നടത്തി സജ്ജമായി നിൽക്കുകയാണ്. സ്ഥാനാർത്ഥി വരുമ്പോൾ ആ സ്ഥാനാർത്ഥി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആ സംഘടനയോടൊപ്പം ചേർന്ന് ആശയപരമായി ജനങ്ങളുടെ ഇടയിലേക്ക് മുന്നോട്ട് പോകും. ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇതൊക്കെ ഏതെങ്കിലും രീതിയിൽ ഇതാണ് സ്ഥാനാർത്ഥിയെ ആദ്യം പ്രഖ്യാപിക്കുന്നത്. ഇതൊരു ഓട്ട മത്സരമൊന്നുമല്ല, ഇതൊരു രാഷ്ട്രീയ മത്സരമാണ്. ആ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾക്ക് മുൻതൂക്കമുണ്ട് ഇപ്പോൾ കേരള സമൂഹത്തിൽ എന്ന നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. നോക്കൂ, പുതിയൊരു രാഷ്ട്രീയ സാഹചര്യം വന്നിരിക്കുന്നുവെന്നാണ് TP രാമകൃഷ്ണൻ LDF കൺവീനർ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആ പുതിയ രാഷ്ട്രീയ സാഹചര്യം? PV അൻവർ ഉടക്കി നിൽക്കുന്നതാണെങ്കിൽ PV അൻവർ ഒരുപക്ഷെ 24 മണിക്കൂറിനുള്ളിൽ UDFിലേക്ക് മടങ്ങിപ്പോകും. UDFിലേക്ക് എടുത്തു എന്ന പ്രഖ്യാപനമുണ്ടാകും. അതോടുകൂടി PV അൻവർ പ്ലസ് ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിലെ ഏറ്റവും വലിയ കോംബോയായിരിക്കും LDF നേരിടാൻ പോകുന്നത്. അരുൺ, അതിനൊന്നും ഞാനിപ്പോൾ മറുപടി പറയുന്നില്ല. കാരണം ദൈനംദിനം തൻ്റെ നിലപാടിലൂടെ ജനങ്ങളുടെ മുന്നിൽ മോശക്കാരനായി മാറാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളെക്കുറിച്ചൊന്നും അഭിപ്രായം പറയാൻ ഞാനിപ്പോൾ ഈ വേദി ഉപയോഗിക്കണമെന്നൊന്നും കരുതുന്നില്ല. അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെയുള്ള കണക്കുകൂട്ടലൊന്നുമല്ല രാഷ്ട്രീയത്തിലെ കണക്കുകൂട്ടലെന്ന് പറയുന്നത്. ഒന്നും ചേർത്താൽ രണ്ടാവുകയല്ല, ചിലപ്പോൾ ഒന്ന് തന്നെ ഇല്ലാതാകുന്ന സാഹചര്യത്തിലേക്ക് മാറും. അതാണ് പൊളിറ്റിക്സിൽ പലപ്പോഴും സംഭവിക്കുക. അങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് രണ്ടും ചേരുന്നതുകൊണ്ട് പ്രത്യേകിച്ച്
പോസിറ്റീവായ ഒരു ഗുണമല്ല ഉണ്ടാവുക എന്ന് സാമാന്യമായി ചിന്തിക്കുന്ന ആളുകൾക്കെല്ലാം അറിയാം. അവരിപ്പോൾ അധികാരത്തിന് വേണ്ടി എന്തും കാണിക്കുകയാണ് എന്ന് ബോധ്യമാകുന്ന നിലയിലാണല്ലോ സംഭവവികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, UDFൻ്റെ അകത്തും പുറത്തുമെല്ലാം പ്രശ്നമാണ്. ആ പ്രശ്നങ്ങൾ തീർക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അത് മറച്ചു വെക്കാൻ വേണ്ടി അവർ പല രീതിയിലുള്ള ഗിമ്മിക്കും കാണിക്കുകയും ഇങ്ങോട്ട് ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും എല്ലാം ചെയ്യും. അതവരുടെ രീതി, ആ രീതി അവർ തുടരട്ടെ. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ മുന്നിലേക്ക് നല്ല ആത്മവിശ്വാസത്തോടെ പോകാൻ കഴിയുന്ന സാഹചര്യം. ഇടതുമുന്നണിയെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി ആദ്യം പ്രഖ്യാപിച്ചതും ഇടതുമുന്നണിക്ക് ആശങ്കയുണ്ടാക്കുന്നില്ല. ഡോക്ടർ അരുൺ, താങ്കൾ ഒരുപാട് തെരഞ്ഞെടുപ്പ് നല്ലവണ്ണം വിശകലനം നടത്തിയ ആളാണ് എന്ന് എനിക്കറിയാം. തെരഞ്ഞെടുപ്പിൽ ഒരു ദിവസം മുമ്പേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതുകൊണ്ട് ആ സ്ഥാനാർത്ഥിയുടെ പേരിൽ തമ്മിലടി തീരാതെ നിൽക്കുന്ന സാഹചര്യം പോലും നിലനിൽക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഒരു ദിവസം മുമ്പ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതുകൊണ്ട് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ പ്രത്യേകമായ നേട്ടം ആരെങ്കിലും കൈവരിച്ചതായി ഇല്ല, നമുക്ക് അങ്ങനെ ഒരു കോറിലേഷൻ പറയാൻ കഴിയില്ല. പക്ഷേ പ്രവർത്തകർക്ക് ഒരു ഊർജ്ജം കിട്ടും, ബൂത്ത് കമ്മിറ്റികളൊക്കെ സജീവമാവും, തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകും. അല്ല, ഞാൻ പറയാം, അതാണ് ഞാൻ പറഞ്ഞത്. ഒറ്റ വാചകത്തിൽ ഞാൻ പറയാം. അല്ല, ഒറ്റ വാചകത്തിൽ ഒരാശങ്കയില്ല. ഏറ്റവും പ്രധാനം തെരഞ്ഞെടുപ്പിലെ സംഘടനാ രംഗമാണ്, തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളാണ്. ആ മുന്നൊരുക്ക പ്രവർത്തനങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ കൃത്യമാണ്, വ്യക്തമാണ്, മുന്നോട്ട് പോയിട്ടുണ്ട്. UDFന്റെ മുന്നൊരുക്കം എന്ന് പറഞ്ഞാൽ തമ്മിൽ തല്ലാണ്. ആ തമ്മിൽ തല്ലാണ് UDFൽ മുന്നോട്ട് പോയിട്ടുള്ളത്. നിസാം സെയ്ദ് നമുക്കൊപ്പം ഉണ്ട്. നിസാം സെയ്ദ്, SK സജീഷ് പറയുന്നത് പോലെ ആദ്യം ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചതുകൊണ്ടോ ആര്യാടൻ ഷൗക്കത്ത് പ്രചരണം തുടങ്ങിയതുകൊണ്ടോ കാര്യമില്ല. സ്ഥാനാർത്ഥിയെ സംഘടന പ്രഖ്യാപിക്കും, അതിന് സംഘടനാ രീതിയുണ്ട്. അതാണ് 7 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോൾ പ്രചരണം തുടങ്ങിയെങ്കിലും പക്ഷേ പുറത്തേക്ക് വരുന്നത് UDFലെ തമ്മിലടിയാണ് എന്ന മട്ടിലാണ് SK സജീഷ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിൻ്റെ അഡ്വാൻറ്റേജ് PV അൻവർ നശിപ്പിച്ചോ നിസാം സെയ്ദ്? UDFലെ തമ്മിലടി എന്ന് അരുൺകുമാറോ സജീഷോ പറയുന്നത് എന്തർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. UDFന്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രചരണവുമായി മുന്നോട്ട് പോകുന്നു. UDFന്റെ ഭാഗമല്ലാത്ത കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ LDFന്റെ ഭാഗമായി കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് വിജയിച്ച ഒരാൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം എങ്ങനെ UDFലെ പ്രശ്നങ്ങളായി മാറും? അദ്ദേഹം UDFുമായി സഹകരിക്കുമോ ഇല്ലയോ എന്ന ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നു എന്നുള്ളതൊഴിച്ചാൽ അത് UDFന്റെ ഉള്ളിലുള്ള എന്തെങ്കിലും ഒരു പ്രതിസന്ധിയാണെന്ന് കരുതേണ്ട യാതൊരു രാഷ്ട്രീയ സാഹചര്യമില്ല. അദ്ദേഹം UDFന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അഭിപ്രായത്തെ വകവയ്ക്കാതെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അസോസിയേറ്റ് കക്ഷി അല്ല, അസോസിയേറ്റ് കക്ഷി ആയിട്ടില്ല. അസോസിയേറ്റ് കക്ഷി വേണമെങ്കിൽ ആകുന്നതിനെ കുറിച്ച് ആലോചിക്കാമെന്ന് പറഞ്ഞു. ആയിട്ടില്ല. ആയിട്ടുണ്ടോ അരുൺ? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അസോസിയേറ്റ് കൂടി വന്നാൽ അസോസിയേറ്റ് കക്ഷി ആകുന്നതിനെ കുറിച്ച് ആലോചിക്കാം എന്ന് പറഞ്ഞതല്ലാതെ അദ്ദേഹം ഒരു വിധത്തിലും ഇന്നേ വരെ UDFന്റെ ഭാഗമല്ല. അദ്ദേഹം ഇന്നലെ വരെ LDFന്റെ ഭാഗമായിരുന്നു. 2 പ്രാവശ്യം അദ്ദേഹം LDFന്റെ സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. അദ്ദേഹത്തിന്റെ പേരിൽ നഷ്ടപ്പെടുന്ന എന്ത് വോട്ടും അത് LDFനാണ് നഷ്ടപ്പെടുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും അദ്ദേഹത്തിൻ്റെ വോട്ടുകൾ UDFന് കിട്ടിയിട്ടില്ല. UDFന് ലഭിച്ച വോട്ടുകൾ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുകൾ തന്നെ UDFന് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചാൽ UDFന് വലിയ വിജയം നേടാൻ കഴിയും. കാര്യം PV അൻവർ എന്ന വ്യക്തിയുടെ വോട്ടും കൂടി ചേർന്നപ്പോഴാണ് LDFന് അവിടെ വിജയിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് LDFനുള്ളിലാണ്. LDFനുള്ളിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് വന്നു. ആ പുറത്തേക്ക് വന്നയാൾ UDFുമായി സഹകരിക്കും എന്ന് പറഞ്ഞു. ഇപ്പോൾ സഹകരിച്ചാലും ഇല്ലെങ്കിലും UDFന്റെ നിലപാട് തങ്ങളുടെ സ്ഥാനാർത്ഥിയുമായി തങ്ങളുടെ പ്രചരണവുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് LDFന് കൃത്യമായ ഒരു രാഷ്ട്രീയ സ്ട്രാറ്റജി ഇനിയും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിലെ സംബന്ധമായ തെരഞ്ഞെടുപ്പ് ഉടൻ നടക്കുമെന്ന് ഏതാണ്ട് മാർച്ച് മാസം അവസാനം മുതൽ വാർത്തകൾ വരാൻ തുടങ്ങിയാണ്. ഇരു മുന്നണികളും അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി, സംഘടനാപരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. UDF AP അനിൽകുമാറിനെയും LDF M സ്വരാജിനെയും മണ്ഡലത്തിൻ്റെ ചുമതല ഏൽപ്പിച്ച് മണ്ഡലത്തിൽ സംഘടനാപരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങളൊക്കെ ആരംഭിച്ചു. UDFനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു.
LDFിന് എന്തുകൊണ്ടാണ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയാതിരിക്കുന്നത്? UDFിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം അവർക്ക് പ്രൊആക്റ്റീവായിട്ടല്ല, അവർക്ക് റിയാക്റ്റീവായിട്ട് മാത്രമാണ് ഇതിനോട് പ്രതികരിക്കാൻ കഴിയുന്നത്. UDFിൻ്റെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് അറിഞ്ഞിട്ട് അതനുസരിച്ച് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കാം എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് LDF ഇപ്പോഴും നിലകൊള്ളുന്നത്. നമുക്ക് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ അറിയാം. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന വലിയ ആശയക്കുഴപ്പം LDFിനകത്തുണ്ടായിരുന്നു. UDFിൽ നിന്നും ആരെയെങ്കിലും ലഭിക്കുമോ എന്ന് പലവട്ടം ശ്രമങ്ങൾ നടത്തി. ഏതെങ്കിലും സ്വതന്ത്രനെ മത്സരിപ്പിക്കാമോ എന്ന് ശ്രമങ്ങൾ നടത്തി. അവസാനം ഗത്യന്തരമില്ലാതെ പല പ്രാവശ്യം മത്സരിച്ച് ജയിക്കിനെ മത്സരിപ്പിക്കുന്നു. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് ഒരു കൃത്യമായ സ്ട്രാറ്റജി ഇല്ലാത്ത, എന്താണ് തങ്ങളുടെ പ്രചരണ ഫോക്കസ് പോയിന്റ് എന്നുള്ള ഊഹമില്ലാത്ത ഒരു ഇരുട്ടിൽ തിരയുന്ന ഒരവസ്ഥയാണ് LDFിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ നോക്കൂ, അത് UDFിന്റെ രാഷ്ട്രീയ സാഹചര്യത്തെ നിരീക്ഷിക്കുന്ന രാഷ്ട്രീയ തന്ത്രമായി കൂടെ. ഇന്നിപ്പോൾ TP രാമകൃഷ്ണൻ സൂചിപ്പിച്ചതാണ്, മാറുന്നുണ്ട് നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യം. അങ്ങനെയെങ്കിൽ UDF സ്ഥാനാർത്ഥിയെ അവർക്ക് അതിന് ഓപ്ഷൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ, അവർക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നെങ്കിൽ, UDFിൻ്റെ സ്ഥാനാർത്ഥി ഇന്ന സ്ഥാനാർത്ഥിയാണെങ്കിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഇന്നയാളായിരിക്കും എന്നൊരു ധാരണ നേരത്തെ ഉണ്ടാക്കി വെക്കാമല്ലോ. അതനുസരിച്ച് പ്രഖ്യാപിക്കാം. അതാണ് ഇനിയിപ്പോ 24 മണിക്കൂർ കഴിഞ്ഞിട്ടോ, ഔദ്യോഗിക പ്രഖ്യാപനം വന്ന് 24 മണിക്കൂർ ആവുന്നതേ ഉള്ളൂ. 7 ദിവസത്തിനുള്ളിൽ പ്രചരണത്തിന് വളരെ, പക്ഷേ 2 ദിവസത്തിനുള്ളിൽ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് പ്രചരണത്തിന് വളരെ സമയം കുറവുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. 2 മാസം ആലോചിക്കാൻ സമയം ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഞാനൊന്ന് ജോർജ് പുളിപ്പാറയിലേക്ക് കൂടി പോകുന്നു. ജോർജ് പുളിപ്പാറ, ആദ്യഘട്ടത്തിൽ നമ്മൾ സ്ഥാനാർത്ഥി ആദ്യം പ്രഖ്യാപിച്ചതുകൊണ്ട് UDFിനുണ്ടായ മേൽക്കൈ PV അൻവറായിട്ട് നശിപ്പിച്ചിട്ടുണ്ടോ? നമ്പർ 1. നമ്പർ 2, PV അൻവർ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോവുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് UDFിൻ്റെ മെഷീനറി ഇപ്പോൾ താഴെ ബൂത്ത് മുതൽ പ്രവർത്തന സജ്ജമാകേണ്ട സമയമാണ്. മഴക്കാലം കൂടിയാണ്. അതിനിടയിലാണ് നേതാക്കളുടെ ശ്രദ്ധയെ മാറ്റുന്ന തരത്തിൽ PV അൻവർ ഇതിനിടയിലൂടെ UDF പ്രവേശനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ആർക്കനുകൂലമായൊരു സാഹചര്യമാണ് ഒരുക്കുന്നത്. ഇത് നേരത്തെ LDF കൺവീനർ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്ന രാഷ്ട്രീയ സാഹചര്യം നിലമ്പൂരിൽ LDFിന് എന്തെങ്കിലും സാധ്യതയായിട്ട് മാറുമോ? ഡോക്ടർ അരുൺ, താങ്കൾ സൂചിപ്പിച്ച കാര്യത്തെ നമുക്ക് പാടെ നിഷേധിക്കാൻ കഴിയില്ല. UDFിനെ സംബന്ധിച്ചിടത്തോളം അവർ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു. ആര്യടൻ ഷൗക്കത്ത് ആണ് സ്ഥാനാർത്ഥി എന്ന് വളരെ ആധികാരികമായിട്ട് AICC പ്രഖ്യാപിച്ചു. അതിനെ ചൊല്ലി UDFിലോ കോൺഗ്രസ്സിലോ അവസരങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ VS ജോയിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു അപശ്രുതി ഉണ്ടായേക്കാം എന്നുള്ള തോന്നലൊക്കെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷയൊക്കെ പലരും വെച്ച് പുലർത്തിയിരുന്നു. പക്ഷേ വളരെ കൃത്യമായി തന്നെ ആരും പ്രതീക്ഷിച്ചതിനപ്പുറത്തുള്ള ഒരു പ്രതികരണമാണ് ജോയിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ നിശാം സെയ്ദ് പറഞ്ഞതുപോലെ കോൺഗ്രസ്സിനകത്തു നിന്നോ UDFിനകത്തു നിന്നോ അപശ്രുതികളൊന്നും ഉണ്ടായില്ല. ഇപ്പോഴും UDFിൻ്റെ ഭാഗമാകാത്ത PV അൻവറിൻ്റെ ഭാഗത്തു നിന്നാണ് പ്രശ്നങ്ങൾ. അത് നല്ലതല്ല. അത് താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ UDFിന് കിട്ടാമായിരുന്ന നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് PV അൻവർ കൂടി ഈ UDFിനൊപ്പം ചേർന്ന് നിലമ്പൂരിൽ വലിയൊരു മത്സരം LDFിനെതിരെ, പിണറായി സത്തിനെതിരെയുള്ള വലിയൊരു പോരാട്ടമാക്കി മാറ്റിയിരുന്നെങ്കിൽ അതൊരു പക്ഷേ ഒരു അനായാസ വിജയത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു തുടക്കത്തിലൊരു വലിയ ബിഗ് ലീപ്പിലേക്ക് പോകുമായിരുന്നു. പക്ഷേ ആ ബിഗ് ലീപ്പ് ഇല്ലാതെ പോയതിൻ്റെ കാരണം ഈ അപശ്രുതിയാണ്. PV അൻവർ ഈ സ്ഥാനാർത്ഥിയെ ചൊല്ലി സൃഷ്ടിക്കുന്ന ചില പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ PV അൻവറിൻ്റെ തുടക്കം മുതൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ്. ആദ്യം തന്നെ സാധാരണഗതിയിൽ ആരെങ്കിലും പറയുന്നൊരു കാര്യമാണോ UDFിൻ്റെ സ്ഥാനാർത്ഥി ഇന്നയാളാകണം, ഇന്നയാൾ സ്ഥാനാർത്ഥിയാകണം, ഈ പറഞ്ഞ ആര്യടൻ ഷൗക്കത്ത് തിരക്കഥ എഴുതാൻ പോകട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ സംവിധാനം ചെയ്യാൻ പോകട്ടെ എന്നൊക്കെ പറഞ്ഞത് മുതൽ തന്നെ ആ പ്രശ്നം ഉള്ളതാണ്. ഇവിടെയുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം, PV അൻവർ എന്ന് പറയുന്ന ആൾ UDFിൻ്റെയും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയും മേൽ നിന്നുകൊണ്ട് അവിടെ ഡിക്റ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരാൾ ഡിക്റ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അന്തസ്സുള്ള ഏതെങ്കിലും പാർട്ടിക്ക് അത് അംഗീകരിക്കാൻ പറ്റുമോ? PV അൻവർ ചെയ്തത് ശരിയായ രീതി അല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അവിടെ നിന്ന് തുടങ്ങിയ പ്രശ്നമാണത്. അപ്പോൾ അതുകൊണ്ട് അരുൺ ചൂണ്ടിക്കാണിച്ചത് വളരെ കറക്റ്റാണ്. വളരെ നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് LDFിനേക്കാൾ മുമ്പേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് രംഗത്ത് എത്തി പ്രചാരണം വളരെ ശക്തമായി ആരംഭിച്ചാൽ കിട്ടുമായിരുന്ന ഒരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. ആ അഡ്വാൻറ്റേജ് PV അൻവർ ഉണ്ടാക്കിയ ഈ പ്രശ്നങ്ങൾ കൊണ്ട് ഒട്ടൊരളവ് വരെ നഷ്ടപ്പെടുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, PV അൻവർ ഇങ്ങനെയൊക്കെ ഒച്ചപ്പാടുണ്ടാക്കിയാലും
UDF-നകത്ത് അപശ്രുതികളില്ല. ഇപ്പോൾ പല UDF നേതാക്കളും പറയുന്ന പോലെ PV അൻവറിന് വഴങ്ങിക്കൊണ്ട് UDF ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? എന്തായിരിക്കും വിമർശനം? LDF ഉണ്ടാക്കാൻ പോകുന്ന, LDF പറയാൻ പോകുന്ന ഏറ്റവും വലിയ വിമർശനം കണ്ടില്ലേ? അതായത് UDF-ൻ്റെ സ്ഥാനാർത്ഥി ആരാകണമെന്ന് പോലും നിശ്ചയിക്കുന്നത് PV അൻവറാണ്. എന്തൊരു വിധേയത്വമാണിത്! എന്തൊരു അധപ്പതനാണിത്! UDF എന്ന് പറയുന്ന മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന വലിയ പാർട്ടിയും PV അൻവർ എന്ന് പറയുന്ന വ്യക്തിക്ക് വിധേയന്മാരായി മാറുന്ന ഇത് എന്തൊരു നാണം കെട്ട കാഴ്ചയാണെന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വലിയൊരു ആയുധമായി മാറുമായിരുന്നു. പക്ഷേ ഇപ്പോൾ UDF വളരെ ശക്തമായി തന്നെ PV അൻവറിൻ്റെ ആവശ്യം തള്ളുന്നു. സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള അവകാശം കോൺഗ്രസിൻ്റേതാണ്, കോൺഗ്രസിൻ്റേത് മാത്രമാണ്, അല്ലെങ്കിൽ UDF-ൻ്റേതാണ് എന്ന് അവർ അസന്നിഗ്ധമായി പറയുന്നു. അതിൽ വളരെ കൃത്യമായൊരു മെസ്സേജ് അൻവറിന് നൽകുന്നുണ്ട്. അൻവർ നിൽക്കേണ്ടിടത്ത് നിന്നാൽ മതി, കയറി മേയാൻ നോക്കണ്ട. അങ്ങനെ നോക്കിയാൽ അത് സംഭവിക്കില്ല. പിന്നെ അൻവറുമായിട്ട് അനുനയ നീക്കങ്ങളൊക്കെ നടത്തുന്നത് രാഷ്ട്രീയത്തിൽ. അൻവറിന്റെ അഭിപ്രായം പറയൂ. UDF-മായി സഹകരിക്കുന്നുണ്ടോ ഇല്ലയോ, അതിനുശേഷം UDF തീരുമാനിക്കുമെന്നുള്ള വളരെ ശക്തമായ ഒരു സന്ദേശം PV അൻവറിന് വളരെ നിർണായകമായ ഒരു പ്രസ്താവനയാണത്. ഏറ്റവും കൊടുക്കാവുന്ന ഏറ്റവും നല്ല മെസ്സേജാണ്, പ്രസ്താവനയാണ്, സംശയമൊന്നുമില്ല. ജോർജ് പുളിപ്പാറ. ശങ്കുട്ടിദാസ്, ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. അങ്ങയോടുള്ള ചോദ്യം ഇതാണ്. നിലമ്പൂരിൽ 17,500-ഓളം വോട്ടുകൾ ലോക്സഭയിൽ കെ സുരേന്ദ്രൻ നേടിയ നിലമ്പൂർ മണ്ഡലത്തിൽ 12,000-ലധികം വോട്ടുകൾ BDJ സ്ഥാനാർത്ഥിയായി ഗിരീഷ് നേടിയ മണ്ഡലത്തിൽ, കഴിഞ്ഞ തവണ 8,500-ലധികം വോട്ടുകൾ നിങ്ങളുടെ തന്നെ സ്ഥാനാർത്ഥി അശോക് കുമാർ നേടിയ മണ്ഡലത്തിൽ ഇതുവരെയും ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ NDAയ്ക്കും സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ആദ്യഘട്ടത്തിൽ മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം കോർ കമ്മിറ്റി എടുത്തിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് മാറ്റിയത് എന്തുകൊണ്ടാണ്? ഇടവേളയ്ക്ക് ശേഷം. നിലമ്പൂരിൽ മുൻതൂക്കമാർക്കെന്നാണ് ചോദ്യം. CPM പ്രതിനിധി SK സജീഷ്, അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്, BJP പ്രതിനിധി രാഷ്ട്രീയ നിരീക്ഷകൻ നിസാം സെയ്ദ്, രാഷ്ട്രീയ നിരീക്ഷകൻ ജോർജ് പൊടിപ്പാറ എന്നിവരാണ് നമുക്കൊപ്പം. ശങ്കുട്ടിദാസിലേക്ക്. ശങ്കുട്ടിദാസ്, എൻ്റെ ചോദ്യത്തിന് അങ്ങ് നേരിട്ട് ഉത്തരം നൽകാൻ. NDA സ്ഥാനാർത്ഥി BDJസിൻ്റെ ആയിരിക്കുമെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട് BJP അവിടെ ഒരു സ്ഥാനാർത്ഥി നിർത്തുന്നില്ല? NDA സ്ഥാനാർത്ഥി, BDJ സ്ഥാനാർത്ഥി വരുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ അങ്ങനെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന തരത്തിൽ ഒരു തീരുമാനമെടുത്തത്? അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നോ കോർ കമ്മിറ്റി? നോക്കൂ ശ്രീ അരുൺ, എൻ്റെ അറിവിൽ അങ്ങനെ ഒരു തീരുമാനം BJPയുടെ കോർ കമ്മിറ്റി എടുത്തിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനം ഒരു ഘട്ടത്തിലും പാർട്ടി എടുത്തിട്ടില്ല. മത്സരിക്കണമെങ്കിൽ ആരാണ് മത്സരിക്കേണ്ടത്, ഘടകകക്ഷികളിലാണെങ്കിൽ ആരാണ് മത്സരിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പാർട്ടി നിലവിൽ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യത്തിലൊരു അന്തിമ തീരുമാനമായിട്ടില്ല. നോക്കൂ, അങ്ങ് ഈ ചർച്ചയിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയോടും അതിനുശേഷം 2 രാഷ്ട്രീയ നിരീക്ഷകരോടും ചോദ്യം ചോദിച്ചതിന് ശേഷമാണ് BJPയുടെ അഭിപ്രായം ആരായുന്നത്. എന്താണ് അതിൻ്റെ മാനദണ്ഡം? ആ ക്രൈറ്റീരിയ എങ്ങനെയാണ് നിങ്ങൾ നിശ്ചയിച്ചത്? അത് വളരെ അബോധപൂർവം, വളരെ ഇൻവോളണ്ടറി ആയിട്ട് വന്നതാണ്. കാരണം നിലമ്പൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയിൽ ആദ്യ അഭിപ്രായം പറയേണ്ടത് ആരാണ്, രണ്ടാമത്തെ അഭിപ്രായം പറയേണ്ടത് ആരാണ്, മൂന്നാമത്തെ അഭിപ്രായം പറയേണ്ടത് ആരാണ്? ഇതെല്ലാം നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. നമ്മൾ വസ്തുതകളെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. നിലമ്പൂർ മണ്ഡലത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ ഒന്നാമത് നിൽക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് LDF ആണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് LDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. LDFൻ്റെ സിറ്റിംഗ് സീറ്റാണ്. കഴിഞ്ഞ തവണ 81,000 വോട്ടുകൾ നേടിയിട്ട് LDF പിടിച്ചെടുത്തിട്ടുള്ള മണ്ഡലമാണത്. ആ മണ്ഡലത്തിൽ LDFൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് ഇതുവരെ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും അവസാനത്തെ വിവരം, നിലമ്പൂരുകാരനായിട്ടുള്ള CPMൻ്റെ ഒരു യുവ നേതാവ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കത്ത് കൊടുത്തിരിക്കുകയാണ്. തൻ്റെ പേര് ഇപ്പോൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല, അടുത്ത വട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറെ കൂടി സേഫറായിട്ടുള്ളൊരു മണ്ഡലം വരുമ്പോൾ ആലോചിക്കാം, തൽക്കാലം ഞാൻ മത്സരിക്കാനില്ലെന്ന് CPMൻ്റെ നേതാവ് തന്നെ പറയുന്നു എന്നുള്ളതാണ്. ഒരു പൊതുസമ്മതനായിട്ടുള്ള സ്വതന്ത്രൻ എന്ന നിലയിലേക്ക് അവിടെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്, ആ മണ്ഡലത്തിലെ സിറ്റിംഗ് MLA ആയിട്ടുള്ള 10 വർഷം ആ മണ്ഡലത്തിലെ MLA ആയിട്ടുള്ള PV അൻവർ ഇപ്പോഴും തന്നെ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടില്ല. താൻ സ്വതന്ത്രനായി മത്സരിക്കാൻ പോവുകയാണോ, അതോ താൻ UDFനെ പിന്തുണയ്ക്കാൻ പോവുകയാണോ, അതോ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണോ മത്സരിക്കുന്നത്? PV അൻവറിൻ്റെ നിലപാട് ഇവിടെ രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടില്ല. ആകെ ഇതിൽ നിലപാടെടുത്തിട്ടുള്ളത് ഇതിൽ മൂന്നാമത് അഭിപ്രായം പറയേണ്ട ഭാഗത്ത് നിൽക്കുന്ന UDFൻ്റെ കാര്യത്തിൽ മാത്രമാണ്. UDF ആര്യടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചു എന്നുള്ളത് ശരിയാണ്. UDFൻ്റെ ശൈലിയിൽ അതാണ് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള നീക്കം. ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക, പിന്നീട് വിമത സ്വരങ്ങളെ മുഴുവൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞു, ഇനി നമുക്ക് തർക്കിക്കാൻ ഇലക്ഷന് ശേഷം നേരിടാം എന്ന് പറയുന്ന രീതിയാണത്. ബാക്കിയുള്ളവർക്ക് കുറെ കൂടി സമയമെടുത്ത് ആലോചിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഓരോ ദിവസവും വൈകുന്തോറും വിമതന്മാരുടെ എണ്ണം പെരുകുന്ന പ്രശ്നം മറ്റുള്ളവർക്ക് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് സമയമെടുത്ത് ആലോചിക്കാം. ഞാൻ മനസ്സിലാക്കുന്നത് ജൂൺ 2 വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം.
അതിനുള്ളിൽ എല്ലാവരും അവരവരുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും രാഷ്ട്രീയമായിട്ടുള്ള ചിത്രം തെളിഞ്ഞു വരികയും ചെയ്യും എന്നുള്ളതാണ്. നിലമ്പൂർ മണ്ഡലത്തിൽ BJPക്ക് തീരെ വോട്ടില്ലാത്ത മണ്ഡലമല്ല. അങ്ങ് പറഞ്ഞത് അങ്ങയുടെ സൗകര്യാർത്ഥമുള്ള കണക്കുകളാണ് എടുത്തിട്ടുള്ളത്. 2011 4200 വോട്ടുകൾ, 4414 വോട്ടുകൾ മാത്രം ഉണ്ടായിരുന്ന മണ്ഡലമാണ് നിലമ്പൂർ BJPയെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ 2016 ആയപ്പോൾ അവിടെ BDJSന്റെ സ്ഥാനാർത്ഥി മത്സരിച്ച സമയത്ത് 12214 വോട്ടുകൾ, അവിടുത്തെ BJPയുടെ ചരിത്രത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വോട്ട് എന്ന് പറയുന്ന വോട്ട് 12214 വോട്ട് BDJSന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഗിരീഷ് മേക്കാട്ട് മത്സരിച്ചപ്പോഴാണ് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ മണ്ഡലം BJP തന്നെ മത്സരിക്കുകയും താമര ചിഹ്നത്തിൽ TK അശോക് കുമാർ എന്ന് പറയുന്ന അശോക് വക്കീൽ ആ മണ്ഡലത്തിൽ മത്സരിക്കുകയും ചെയ്തു. അദ്ദേഹം മത്സരിച്ച സമയത്ത് വോട്ട് താഴേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത്. 8500 വോട്ടുകളായി. അതിനുശേഷം നടന്നിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, പൊതു തെരഞ്ഞെടുപ്പിൽ 2024 രാഹുൽ ഗാന്ധിക്കെതിരെ ശ്രീ K സുരേന്ദ്രൻ മത്സരിച്ച സമയത്ത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ നിലമ്പൂർ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് BJPക്ക് 17,500 വോട്ടുകൾ കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. K സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവിന് കിട്ടിയിട്ടുള്ള ഒരു സമ്മതി കൂടിയായിട്ടാണ് അതിനെ കാണേണ്ടത്. അതിനുശേഷം 2025 പ്രിയങ്ക ഗാന്ധിക്കെതിരെ നവ്യ ഹരിദാസ് മത്സരിക്കുന്ന സമയത്ത് ഈ 17,500 വോട്ടുകൾ 13,200 വോട്ടുകളിലേക്ക് താഴുകയും ചെയ്തു. അപ്പോൾ ഇലക്ഷൻ്റെ സ്വഭാവം അനുസരിച്ച് ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് വരുമ്പോൾ ആളുകൾ കൂടുതൽ BJPക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാവുന്നുണ്ട്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കിട്ടുമ്പോൾ BJPക്ക് അവിടെ പരമാവധി കിട്ടിയിട്ടുള്ളത് 12,500 വോട്ടാണ്. അതും BDJS മത്സരിച്ചപ്പോഴാണ് കിട്ടിയിട്ടുള്ളത്. BJP മത്സരിച്ചപ്പോൾ BDJSനേക്കാൾ വോട്ട് താഴെയാണ് പോയത്. ഇത് നമ്മുടെ മുമ്പിലുള്ള ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള സാഹചര്യമാണ്. ഈ സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് ഒരു പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചൊരു നിലപാട് രൂപീകരിക്കുമ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കും. കാരണം ഇത് കേവലം ഒരു ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഇത് 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നിന്നായിരിക്കും എന്നാണ് KC വേണുഗോപാൽ പറഞ്ഞത്. മുൻതൂക്ക മാർക്ക് എന്നാണ് ചോദ്യം. SK സജീഷ് നമുക്കൊപ്പമുണ്ട്. CPM പ്രതിനിധി അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, BJP പ്രതിനിധി, രാഷ്ട്രീയ നിരീക്ഷകൻ നിസാം സെയ്ദ്, രാഷ്ട്രീയ നിരീക്ഷകൻ ജോർജ് പൊടിപ്പാറ എന്നിവരാണ് നമുക്കൊപ്പം. ശങ്കുട്ടി ദാസ്, ഞാൻ രണ്ടാം ഘട്ടത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ്. സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് വിഷയങ്ങൾ കൂടി വളരെ വേഗം എടുത്തു പോകണം. ഞാൻ SK സജീഷിലേക്ക് വരാം. SK സജീഷ്, ഇത് പിണറായിസത്തിനെതിരെയുള്ള യുദ്ധമായിട്ട് PV അൻവറും, ഇത് പിണറായി സർക്കാരിൻ്റെ വാട്ടർലൂവിൻ്റെ തുടക്കമായിട്ട് കോൺഗ്രസും, LDF സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള പ്രോഗ്രസ് റിപ്പോർട്ടായി UDFും കരുതുന്ന ഒരു തിരഞ്ഞെടുപ്പായി മാറുകയാണ്. വന്യജീവി പ്രശ്നങ്ങൾ ചർച്ചയാവുന്നുണ്ട്, മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ ചർച്ചയാകും, അതേപോലെ പിണറായിസം എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് ചർച്ചയാവാനുള്ള സാധ്യതയുണ്ട്. സംഘപരിവാർ ബന്ധമടക്കം തീർച്ചയായിട്ടും PV അൻവർ രാഷ്ട്രീയ വിഷയമായി ഉയർത്തുകയും ചെയ്യും. എങ്ങനെ പ്രതിരോധിക്കും ഈ വിഷയങ്ങളെ SK സജീഷ്? ഡോക്ടർ അരുൺ, ഒരു കാര്യം കാണേണ്ടത്, ഇവിടെ ഇവരിപ്പോൾ ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഓർമ്മശക്തി കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടാകും എന്ന് കരുതിയിട്ടുള്ള ആത്മവിശ്വാസത്തിലാണ്. അതായത് 9 വർഷം മുമ്പേ ഉള്ള ഒരു കേരളമുണ്ട്. ആ കേരളത്തെക്കുറിച്ച് ഓർത്താൽ ഇവർ പറയുന്ന ഒരു കാര്യങ്ങളും നിലമ്പൂരല്ല, കേരളത്തിലെ ഒരു സ്ഥലത്തുള്ള ജനങ്ങളും സ്വീകരിക്കാൻ വേണ്ടി പോകുന്നില്ല. എങ്ങനെയായിരുന്നു ജീവിതമെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ നിലമ്പൂർ ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശങ്ങളിലും സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് പാഠപുസ്തകങ്ങളും യൂണിഫോം വരെ കയ്യിൽ കിട്ടി. അവരുടെ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള കാര്യങ്ങൾ അവർ ഒരുങ്ങുകയാണ്. എങ്ങനെയായിരുന്നു UDFിൻ്റെ കാലം? ഒളിഞ്ഞു വീഴാറായ സ്കൂളുകളും പാഠപുസ്തകമില്ലാതെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിക്കുന്ന സാഹചര്യമായിരുന്നല്ലോ. മക്കളുടെ ആശങ്ക ഇല്ലാത്തതല്ലല്ലോ ഒരു കുടുംബവും. ഒന്നാമത്തെ കാര്യങ്ങളിലൊന്നാണല്ലോ വൈദ്യുതിയില്ല. വൈദ്യുതി മന്ത്രിയായിരുന്നു ശ്രീ ആര്യടൻ മുഹമ്മദ്. അദ്ദേഹത്തിൻ്റെ കാലത്തുൾപ്പെടെ വൈദ്യുതി, പവർ കട്ട്, ലോഡ് ഷെഡിങ്, ഇതെല്ലാം നമ്മൾ കണ്ടാണ്. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആരോഗ്യമേഖല തകർന്നു. എല്ലാം തകർന്നടിഞ്ഞൊരു കേരളത്തെ മറന്നുപോയി കേരളത്തിലെ ജനത എന്ന് കരുതി, അതായത് 8-9 വർഷം ഇപ്പോൾ കന്നി വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന പുതിയ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് അവർക്ക് 8 വയസ്സ് 7 വയസ്സുള്ള സമയത്തുള്ള കാര്യങ്ങളാണ്, അവർക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് അവരെ പറ്റിക്കാമെന്നാണ് ഇവർ കരുതിയത്. അതുകൊണ്ടാണ് ഈ നുണകൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത്. പിന്നെ ഈ KC വേണുഗോപാലൊക്കെ അവർ ഇപ്പോൾ വനവുമായി ബന്ധപ്പെട്ട പ്രശ്നവും കാര്യങ്ങളൊക്കെ 72-ലെ നിയമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഭേദഗതി ചെയ്യാൻ അവിടെ ഇരുന്ന് ഓവർ ടൈം പണിയെടുക്കട്ടെ ഇവിടത്തേക്ക് പറയുന്നതിന് പകരം. ഇവിടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഇന്ദിരാഗാന്ധിയുടെ കാലത്തുൾപ്പെടെ ഉണ്ടായ നിയമങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. അതിൻ്റെ ഭേദഗതി കോൺഗ്രസ് ചെയ്ത ഘട്ടത്തിലെല്ലാം ജനങ്ങൾക്ക് അനുകൂലമായിട്ടായിരുന്നില്ല, മൃഗങ്ങൾക്ക് അനുകൂലമായിട്ടായിരുന്നു. ഇതെല്ലാം ഉണ്ട്. അവിടെ ഈ മണ്ഡലത്തിൻ്റെ MP ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളുണ്ടല്ലോ, അവരെ കൂടെ കൂട്ടിച്ചേർത്ത് അവിടുന്ന് ചെയ്യാൻ വേണ്ടി പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യും. അതാണ് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യേണ്ടത്. പിന്നെ ഇതെല്ലാം പ്രസ്താവനകൾ മാത്രമാണ്.
ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇവർ ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തും. പക്ഷേ ആ പ്രസ്താവനകൾ കൊണ്ടൊന്നും ജനങ്ങളെടുത്ത് കാര്യങ്ങൾ വിലപ്പോകാൻ വേണ്ടി പോകുന്നില്ല. ഞങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു. കർണാടകത്തിൽ സർക്കാരുണ്ടല്ലോ, കോൺഗ്രസ് പലപ്പോഴും ഇന്ത്യയും മറ്റ് സംസ്ഥാനങ്ങളും ഭരിച്ചിട്ടുണ്ടല്ലോ. എവിടെയെങ്കിലും പ്രകടന പത്രികയും പ്രോഗ്രസ് റിപ്പോർട്ടും തമ്മിൽ താരതമ്യം ചെയ്ത അനുഭവമുണ്ടോ? ജനങ്ങളുടെ മുന്നിലേക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രഖ്യാപിക്കും. ആ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ചെയ്ത് കാണിച്ചു കൊടുക്കും. അതിലുള്ള റിപ്പോർട്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. അങ്ങനെ ഈ 9 വർഷത്തെ ഈ ഭരണം രണ്ടും നോക്കുമ്പോൾ 9 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നു. അവിടെ കൂടുതൽ മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസം പകർന്നുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ശരി, ഞാൻ ജോർജ് പൊടിപ്പാറ കൂടി കൂടി താങ്കൾ പറഞ്ഞതിൽ ഒരു മറുപടി എനിക്ക് വേണം. ജോർജ് പൊടിപ്പാറ, 9 വർഷത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ ആത്മവിശ്വാസവുമായിട്ടാണ് നിലമ്പൂർ പോർക്കളത്തിലേക്ക് LDF എത്തുന്നത്. സ്ഥാനാർത്ഥി ആരെന്ന് ഇനിയും നിശ്ചയിച്ചിട്ടില്ല. സ്ഥാനാർത്ഥി ആര് എന്നുള്ളതിൽ വലിയൊരു സസ്പെൻസ് അവിടെയുണ്ട്. ശരി, 1-2 ദിവസത്തിനുള്ളിൽ വരും. സ്ഥാനാർത്ഥി വൈകിയാൽ പോലും ആത്മവിശ്വാസം LDFനുണ്ട്. അതാണ് നേരത്തെ പറയുന്നത്. 9 വർഷം മുമ്പുള്ള ഉമ്മൻചാണ്ടി സർക്കാരുമായി 2ാം പിണറായി സർക്കാരിനെ താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രചരണത്തിനായിരിക്കും അവിടെ തുടക്കം കുറിക്കുക. ഇത് പുതുപ്പള്ളിയിൽ കണ്ടതുപോലെയോ തൃക്കാക്കര കണ്ടതുപോലെയോ പാലക്കാട് കണ്ടതുപോലെയോ ആയിരിക്കില്ല എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇടതുമണ്ഡലമാണ്. അവിടെ PV അൻവറിന് സ്വാധീനം ഒരു 10,000-10,000 വോട്ടാണെങ്കിൽ പോലും 2008 ശേഷം LDFനും UDFനും ബലാബലമുള്ള മണ്ഡലമാണ്. അവിടുത്തെ പ്രചരണ വിഷയം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെങ്കിൽ വന്യജീവി സംഘർഷമടക്കം മലയോര കർഷകരായിരിക്കുമോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗതയും നിശ്ചയിക്കുക? മണ്ഡലത്തിൻ്റെ 64% വനമേഖലയാണ്. ഡോക്ടർ അരുൺ, സ്വാഭാവികമായിട്ടും സജീഷിന് ഇപ്പോൾ പുറത്തിറക്കിയ പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മവിശ്വാസത്തിനുള്ള അവകാശമുണ്ട്. പക്ഷേ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പാണ് വന്നതെങ്കിൽ പോലും ഇതേ അവകാശവാദങ്ങളുമായിട്ട് തന്നെയാണ് ഏറ്റവും ഒടുവിൽ പാലക്കാടും അതിനു മുമ്പ് പുതുപ്പള്ളിയിലും പിന്നെ ഈ പറഞ്ഞ തൃക്കാക്കരയിലുമൊക്കെ നമുക്കറിയാം എത്രമാത്രം ശക്തമായ പ്രചരണമാണ് തൃക്കാക്കരയിലും അതുപോലെ പുതുപ്പള്ളിയിലും അടക്കം എല്ലായിടത്തും പാലക്കാടും എല്ലാം നടത്തിയതെന്ന് നമുക്കറിയാം. ഈ അവകാശവാദങ്ങളൊക്കെ അന്നും മുന്നോട്ട് വെച്ചിരുന്നു. ജനങ്ങളെല്ലാം അറിയുന്നുണ്ട് 9 വർഷം മുമ്പുള്ള കേരളം എന്താണെന്നും ഇതെല്ലാം ജനം കാണുന്നുണ്ട്. ആ വ്യത്യാസം ജനം മനസ്സിലാക്കും. അവരത് അവസരത്തിൽ LDFനെ അനുഗ്രഹിക്കും അല്ലെങ്കിൽ LDFന് വോട്ട് ചെയ്യുന്നൊക്കെ അന്നും പറഞ്ഞിരുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഈ പറഞ്ഞ അരുൺ സൂചിപ്പിച്ച കുറേ വിഷയങ്ങളുണ്ട്. അതായത് നിലമ്പൂർ പോലുള്ളൊരു മണ്ഡലത്തിൽ ഏറ്റവും മുഖ്യ വിഷയമാകാൻ പോകുന്നത് ഈ അൻവർ ഫാക്ടർ ഒരു ഫാക്ടർ തന്നെയാണ്. അൻവർ ഉയർത്തിവിട്ട കുറേ ആരോപണങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ താങ്കൾ ഇപ്പോൾ തൊട്ട് മുമ്പ് സൂചിപ്പിച്ച മനുഷ്യ വന്യജീവി സംഘർഷം. നിലമ്പൂർ ഒരു മലയോര മണ്ഡലമാണ്. ആ മലയോര മണ്ഡലത്തിലെ മനുഷ്യർ നേരിടുന്ന ഏറ്റവും തീവ്രമായ വിഷയം എന്ന് പറയുന്നത് അവരുടെ ജീവൻ്റെയും സ്വത്തിൻ്റെയും സുരക്ഷിതത്വമാണ്. അതായത് വന്യമൃഗങ്ങളെ പേടിച്ച് ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥ, വന്യമൃഗ ശല്യം കൊണ്ട് ജീവനോപാധികൾ മുഴുവൻ നഷ്ടപ്പെടുന്നൊരവസ്ഥ, ഏത് നിമിഷവും അവരുടെ സകലതും നഷ്ടപ്പെടുന്നൊരവസ്ഥ, ജീവൻ പോലും സുരക്ഷിതമല്ലാത്തൊരവസ്ഥ. ഇത് തുടർച്ചയായി സംഭവിച്ചിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ശാശ്വതമായി എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുന്നില്ല. മറിച്ച് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ, ഒരു മരണം ഉണ്ടാകുമ്പോൾ അതിനൊരു താൽക്കാലിക ചില കാര്യങ്ങൾ ചെയ്യുന്നതിനപ്പുറത്ത് ഈ വന്യമൃഗശല്യം അവസാനിപ്പിക്കാനുള്ള അടിസ്ഥാനപരമായ ശാശ്വതമായ നടപടികളിലേക്ക് കടക്കാത്തത് ആ പ്രദേശത്തെ മലയോര ജനതയെ ഒട്ടൊന്നുമല്ല വളരെ വളരെ ആഴത്തിൽ തന്നെ അവരെ അസംതൃപ്തരാക്കുന്നുണ്ട്, അവരെ അസ്വസ്ഥരാക്കുന്നുണ്ട്, അവരെ രോഷാകുലരാക്കുന്നുണ്ട്. അത് പ്രതിഫലിച്ചാൽ തീർച്ചയായിട്ടും LDFന് വലിയ വില കൊടുക്കേണ്ടി വരും. തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ രാഷ്ട്രീയ വിഷയമായിരിക്കും. നമ്പർ 1 അതൊരു വിഷയമാണ്. അത് പ്രതിഫലിച്ചാൽ LDFന് വലിയ വില കൊടുക്കേണ്ടി വരും. മറിച്ച് LDFൻ്റെ നേട്ടങ്ങളെ ജനം അംഗീകരിക്കുന്നു. സ്കൂളുകളുടെ കാര്യം, പാഠപുസ്തകത്തിൻ്റെ കാര്യം, ഇതൊക്കെ ഉയർത്തിപ്പിടിക്കുന്നതിന് ഒരു വിലയെങ്കിലും ഒരു നിശ്ചിത ശതമാനമെങ്കിലും വില കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം സംസാരിച്ചുകൊണ്ട് തന്നെ LDFന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ നേരിടാം. പക്ഷേ എങ്കിലും ഡോക്ടർ അരുൺ, ഞാൻ വിചാരിക്കുന്നത് ഇവിടെ ഇപ്പോൾ കണ്ട അരുൺ ഇപ്പോൾ PV അൻവറിൻ്റെ വാക്കിലൊക്കെ വന്ന വ്യത്യാസം നമ്മൾ കണ്ടതാണ്. PV അൻവറോട് കൂടി UDFനൊപ്പം ഉണ്ടായാൽ LDFന് കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല. ഞാൻ വിചാരിക്കുന്നത് ഒരു ഈസി വാക്ക് ഓവർ അവിടെ UDFന് ഉണ്ടാകും എന്ന് തന്നെയാണ്. ശങ്കുട്ടിദാസ്, ഞാൻ നിസാമിലേക്ക് വരാം ഒരു നിമിഷം. ശങ്കുട്ടിദാസ്, ഈ തെരഞ്ഞെടുപ്പിൽ BDJS മത്സരിക്കുകയാണെങ്കിൽ പോലും മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ വിഷയം എന്താണ്? ഒരു ഭാഗത്ത് നാഷണൽ ഹൈവേയിലെ വിള്ളലുകൾ കിടക്കുന്നു, മറുഭാഗത്ത് ഒരു ന്യൂനപക്ഷ മണ്ഡലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് മുസ്ലിം ക്രിസ്ത്യൻ പോപ്പുലേഷൻ കൂട്ടി നോക്കിയാൽ
ഹിന്ദു വിഭാഗം തന്നെയാണ് 45% അവിടെയുള്ളത്. പക്ഷേ തൊട്ടു പിന്നാലെ മുസ്ലിം ഭൂരിപക്ഷമുണ്ട്, മുസ്ലിമുണ്ട് 43%, 10% ക്രൈസ്തവരുമുണ്ട്. അപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വോട്ടുകളിൽ കടന്നു കയറാനുള്ള BJPയുടെ ശ്രമം പരാജയപ്പെട്ടതിനു ശേഷമുള്ള ആദ്യത്തെ തിരഞ്ഞെടുപ്പായി വേണമോ നമുക്കിതിനെ മനസ്സിലാക്കാൻ? അത് ഈ തിരഞ്ഞെടുപ്പിൽ നിർണായകമാകാൻ സാധ്യതയുണ്ടോ, ആ സോഷ്യൽ എഞ്ചിനീയറിംഗിലെ പരാജയം? നമുക്ക് അങ്ങ് പറഞ്ഞിട്ടുള്ള കണക്കുകൾ ശരിയാണോ എന്നുള്ള കാര്യത്തിൽ ഞാൻ ആദ്യമേ ഒരു സംശയം സൂചിപ്പിക്കുകയാണ്. കാരണം ഞാൻ പരിശോധിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ഡെമോഗ്രഫി ഇങ്ങനെയായിരുന്നില്ല. ആദ്യത്തെ വിഷയം BDJS ആണ് മത്സരിക്കുന്നതെങ്കിൽ ആ കാര്യം തീരുമാനിച്ചിട്ടില്ല. BJP തന്നെയാണോ മത്സരിക്കുക, BDJS ആണോ മത്സരിക്കുക, അതോ ഒരു പൊതുസമ്മതനായിട്ടുള്ള സ്വതന്ത്രനാണോ മത്സരിക്കുക, ഈ കാര്യത്തിലൊന്നും ഇപ്പോഴും ഒരു തീർപ്പായിട്ടില്ല. ആ കാര്യത്തിൽ പാർട്ടി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് രണ്ട് മുന്നണികൾക്കും ഇല്ലാത്തൊരു പ്രശ്നം ഇവിടെ BJPക്ക് ഉണ്ട്. കാരണം 4 സംസ്ഥാനങ്ങളിലായിട്ട് 5 ഉപതെരഞ്ഞെടുപ്പുകളാണ് വരുന്നത്. ഇതിൻ്റെ എല്ലാം അന്തിമമായിട്ടുള്ള സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരേണ്ടത് BJPയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നാണ്. ഇലക്ഷൻ കമ്മിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ട അവസാന തീരുമാനം ഇറക്കുന്നത്. കേരളത്തിലുള്ള നിർദ്ദേശങ്ങളും ശുപാർശകളും കേന്ദ്രത്തിലേക്ക് അയച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് ഈ പറയുന്ന 5 സ്ഥാനാർത്ഥികൾ ഒരുമിച്ചായിരിക്കും പ്രഖ്യാപിക്കുക. അപ്പോൾ ഇവർക്കെല്ലാം പ്രാദേശികമായി തീരുമാനിച്ചാൽ മതി, ഞങ്ങൾക്ക് കാര്യങ്ങൾ ഡൽഹിയിൽ കൂടി ആലോചിക്കണം എന്നൊരു പ്രശ്നമുണ്ട്. ഇനി മത്സരിക്കുന്നുണ്ടെങ്കിൽ അവിടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഇവിടെ പറഞ്ഞല്ലോ, കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ പറ്റി പറഞ്ഞല്ലോ. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, അതിൽ 8.5 കൊല്ലവും MLA ആയിരുന്ന ആൾ PV അൻവറാണ്. ആ PV അൻവർ രാജിവെക്കുന്ന സമയത്ത് പറഞ്ഞത് നിലമ്പൂരിൻ്റെ വികസന ആവശ്യങ്ങളെ ഇടത് സർക്കാർ പൂർണ്ണമായി തമസ്കരിച്ചു. താൻ നിരന്തരമായി മണ്ഡലത്തിലേക്ക് പദ്ധതികൾ ആവശ്യപ്പെട്ട സമയത്തെല്ലാം ആ പദ്ധതികളെല്ലാം തള്ളിക്കളയുകയും തങ്ങളുടെ മണ്ഡലത്തോടൊരു ചിറ്റമ്മ നയം സ്വീകരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് കഴിഞ്ഞ 8 കൊല്ലത്തിനിടയ്ക്ക് നിലമ്പൂർ ഒരു വികസനം ഉണ്ടായിട്ടില്ലെന്ന് ഇടതുപക്ഷ MLA ആയിട്ട് 8.5 കൊല്ലം പ്രവർത്തിച്ചിട്ടുള്ള ആൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. 30 വർഷമായിട്ട് നടക്കുന്ന ബൈപ്പാസ് റോഡിന്റെ പണി ഇപ്പോഴും ഇവിടെ പൂർത്തീകരിച്ചിട്ടില്ല. ഇടതുപക്ഷത്തിന്റെ മാത്രം കുറ്റമായിട്ട് ഞാൻ പറയല്ല. 10 കൊല്ലം ഇടതുപക്ഷം ഭരിച്ചാണെങ്കിൽ 35 കൊല്ലം ഈ പറയുന്ന ആര്യടൻ ഷൗക്കത്തിന്റെ പിതാവ് കൂടിയായിട്ടുള്ള ശ്രീ ആര്യടൻ മുഹമ്മദ് 35 വർഷം തുടർച്ചയായിട്ട് മന്ത്രി കൂടി ആയിരുന്ന സമയത്ത് MLA ആയിരുന്ന മണ്ഡലമാണത്. ആ മണ്ഡലത്തിൽ ഇപ്പോഴും ഗതാഗത യോഗ്യമായിട്ടുള്ള നല്ല റോഡില്ല. നിങ്ങൾ നാഷണൽ ഹൈവേയുടെ വിള്ളലിനെ പറ്റി പറയുന്നു, 30 കൊല്ലമായിട്ട് പണി തീരാത്ത ബൈപ്പാസ് റോഡിനെ പറ്റി എന്തുകൊണ്ടാണ് പറയാത്തത്? 2019 പ്രളയം, 2018 പ്രളയം, ആ പ്രളയ സമയത്താണ് കരുളായിലെയും മുതുകുളത്തെയും അതേപോലെ തന്നെ പോത്തുൻകല്ലിലെയും ആദിവാസി ഊരുകൾ മെയിൻലാൻഡിൽ നിന്ന് വിട്ടുപോയത്, ഏലിനേറ്റ് ചെയ്യപ്പെട്ടത്, ഐസൊലേറ്റഡ് ആയിട്ട് കിടക്കുകയാണ്. അവരെ ഇപ്പോഴും ഇൻ്റഗ്രേറ്റ് ചെയ്യാനോ മെയിൻലാൻഡുമായിട്ട് കൂട്ടിച്ചേർക്കാനോ സാധിച്ചിട്ടില്ല. BJP ആണ് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിട്ട് അതിൽ 100 കുടുംബങ്ങളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നിലമ്പൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന സംഭവം എന്താണ്? നിലമ്പൂർ തേക്കാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള തേക്ക് ഇന്ത്യയിൽ തന്നെ ഉണ്ടാകുന്ന ഒരു സ്ഥലമായിട്ട് അവിടെ ഈ പറയുന്ന ഒരു വുഡ് ഇൻഡസ്ട്രി പ്രവർത്തിക്കുന്നില്ല. ആകെ ഒരൊറ്റ വുഡ് ഇൻഡസ്ട്രിയാണ് ഉണ്ടായിരുന്നത്. ആ വുഡ് ഇൻഡസ്ട്രി ഇപ്പോൾ സമരം മൂലം പൂട്ടിക്കിടക്കുകയാണ്. നിർമ്മാണ മേഖല സമ്പൂർണ്ണമായിട്ട് അവിടെ ഇല്ലാത്തൊരവസ്ഥയാണ്. അവിടുത്തെ ആകെ എക്കണോമി എന്ന് പറയുന്നത് ഈ മലയോര കർഷകരുടെ ഉൽപ്പാദനവും അതേപോലെ തന്നെ ഗൾഫിൽ നിന്നുള്ള റെമിറ്റൻസും മാത്രമാണ്. അതല്ലാണ്ട് മറ്റൊരു വ്യവസായമില്ല, മറ്റെന്തെങ്കിലും സംരംഭങ്ങൾ നടക്കുന്നില്ല. അടിസ്ഥാന സൗകര്യ വികസനം തന്നെ ഇപ്പോഴും വളരെ പിന്നോട്ടാണ് നിൽക്കുന്നത്. പിന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് ഞാൻ കാണുന്നത്, അങ്ങ് പറഞ്ഞിട്ടുള്ള കണക്കിൽ ഞാൻ വിയോജിക്കുന്ന അവിടെയാണ്. അവിടെ ഏതാണ്ട് 45% ഹിന്ദു ജനസംഖ്യയും 40% മുസ്ലിം ജനസംഖ്യയും 15% ക്രിസ്ത്യൻ ജനസംഖ്യ. 18 എന്നാണ് ഞാൻ വായിച്ചത്, അങ്ങ് പറഞ്ഞത് 10 എന്നാണ്. അതിലൊരു ക്ലാരിറ്റി വേണമെന്ന് തോന്നുന്നു. എന്തായാലും അവിടെ ഒരു വളരെ സൈസബിൾ ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഉള്ളൊരു സ്ഥലമാണ്. കുടിയേറ്റ കർഷകർ ധാരാളമുള്ള സ്ഥലമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങളിലുള്ള ഈ പറയുന്ന മലയോര കർഷകരുടെ, മലയോര ക്രിസ്ത്യാനികളുടെ പ്രതികരണം കൂടി വരുന്നൊരു തിരഞ്ഞെടുപ്പായിരിക്കും. ഏറ്റവും പ്രധാനമായിട്ട് ഞാനതിൽ കാണുന്നത് മുനമ്പം വിഷയമാണ്. മുനമ്പം വിഷയത്തിൽ മുനമ്പത്തെ തീരദേശവാസികളായിട്ടുള്ള ലത്തീൻ കത്തോലിക്കരായിട്ടുള്ള 600 കുടുംബങ്ങളുടെ കാര്യത്തിൽ ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും സ്വീകരിച്ചിട്ടുള്ള വഞ്ചനാപരമായിട്ടുള്ള നിലപാടിനോടുള്ള ഏതാണ്ട് 18% വരുന്ന നിലമ്പൂർ മണ്ഡലത്തിലെ കുടിയേറ്റ ക്രിസ്ത്യാനികളുടെ പ്രധാനമായിട്ടും ഭൂരിപക്ഷം സ്ഥലമാണ്. അതിന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം കൊടുക്കാൻ ഞങ്ങൾക്കറിയാം. വഖഫ് നിയമത്തിൽ മുനമ്പം പരിഹരിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടെന്നും ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ റൂൾസ് ഫോർമുലേറ്റ് ചെയ്യുന്നു. ആ റൂൾസിന്റെ അടിസ്ഥാനത്തിൽ നിർദ്ദേശം കൊടുക്കുമെന്നും പരിഹരിക്കുമെന്നും ഞാൻ പറയാലോ.
ഞാൻ നിലമ്പൂരിൽ പോവാം. ഞാൻ നിലമ്പൂരിൽ ശരി പ്രചരണത്തിന് ശരി പോയി ശരി ഞാൻ അല്ല പറയാം. നമുക്ക് വരും ദിവസങ്ങളൊക്കെ Section വിഷയമായി 2A ചർച്ച ചെയ്യണം. പ്രകാരമാണ് നമ്മളിപ്പോൾ പി ഞങ്ങൾ വിയുടെ ഒരു ഭാഗം കൂടിയാണ് Section ചർച്ച ചെയ്ത് 2A. അധിക സമയം എടുത്തത്. ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. ആഴത്തിൽ തന്നെ നമുക്ക് സംവദിക്കണം. ശങ്കുണ്ഠദാസിനെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിലമ്പൂരിലേക്ക്. നമുക്ക് ഒരു ചെറിയ ഇടവേള വേണം. ചെറിയ ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് ബാക്ക്. മുൻതൂക്കം നിലമ്പൂരിൽ ആർക്കെന്നാണ് ചോദ്യം. എസ് കെ സജീഷ് CPM പ്രതിനിധി, അഡ്വക്കേറ്റ് ശങ്കുണ്ഠദാസ് BJP പ്രതിനിധി, നിസാം സീദ് രാഷ്ട്രീയ നിരീക്ഷകൻ ജോർജ് പൊടി പറയുന്നവരാണ് അതിഥികൾ. ഇനി നമുക്ക് ആകെ 2 മിനിറ്റ് സമയമേ ഉള്ളൂ. നിസാം സീദ് 1 മിനിറ്റ് കൊണ്ട് എനിക്കൊരു മറുപടി വേണം. PV അൻവറിനെ മാറ്റി നിർത്തിയാൽ നിലമ്പൂർ മണ്ഡലത്തിലെ രാഷ്ട്രീയ വിഷയം എന്തായിരിക്കും? പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടം എന്ന് പറയുമ്പോൾ ഞാനിത് ആര്യാടൻ ഷൗക്കത്തോട് ചോദിക്കുമ്പോൾ ആ വാക്ക് ഏറ്റുപിടിക്കാൻ ആര്യാടൻ ഷൗക്കത്ത് തയ്യാറാകുന്നില്ല. എന്നാൽ LDF സർക്കാരിനെതിരെയുള്ള ജനവിധിയാകുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതെന്ത്? 2021 ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും SK സജീഷ് ഉന്നയിച്ച വിഷയങ്ങൾ LDF വളരെ ശക്തമായി ഉന്നയിക്കുകയും പക്ഷേ ആ തെരഞ്ഞെടുപ്പുകളിലൊന്നും LDFന് നില മെച്ചപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയും നമ്മുടെ മുമ്പിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഇത് നമ്മൾ അരുൺ പറഞ്ഞതുപോലെ തന്നെ നിലമ്പൂർ മണ്ഡലം കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. കേരളത്തിലെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയുടെ പ്രതിഫലനമാകും ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയുടെ അളവുകോലായി കണക്കാക്കാൻ കഴിയുന്ന 2 കാര്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഒന്ന്, ഇന്ത്യ ടുഡേ അവസാനമായി നടത്തിയ സർവേയാണ്. ഇന്ത്യ ടുഡേ ചോദിച്ച ചോദ്യം, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും? ഏത് തെരഞ്ഞെടുപ്പ്, പാർലമെന്റോ അസംബ്ലിയോ എന്നവർ ചോദിച്ചില്ല. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും എന്നവർ ജനങ്ങളോട് ചോദിച്ചു. 44% പേർ UDFന് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ 32% പേരാണ് LDFന് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ 6 മാസം മുൻപ് നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും പ്രധാനമായി ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലാണ് കൃത്യമായി ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നടന്ന രാഷ്ട്രീയ മത്സരം എന്ന് ഞാൻ കരുതുന്നു. അവിടെ LDF വിജയിച്ചു. പക്ഷേ 2021 39,000 വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്നിടത്തൊന്നും അത് 12,000 വോട്ടായി 27,199 വോട്ടിൻ്റെ കുറവാണ് LDFന് ഭൂരിപക്ഷത്തിലുണ്ടായത്. 27,199 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വ്യത്യാസമുണ്ടായാൽ കേരളത്തിൽ LDFന് വിജയിക്കാൻ കഴിയുന്നത് 24 മണ്ഡലങ്ങളിൽ മാത്രമാണ്. അതാണ് കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ. ആ രാഷ്ട്രീയ കാലാവസ്ഥയായിരിക്കും ഈ സർക്കാരിനെതിരെയുള്ള ആന്റി ഇൻകംബൻസി വേവ് തന്നെയായിരിക്കും. ആ കണക്ക് വളരെ കൗതുകമുള്ള കണക്കാണ്. SK സജീഷ്, ഒരു മറുപടി വേണം. ഈ വിഷയങ്ങളെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു. ഓരോ വിഷയമായിട്ട് ചർച്ച ചെയ്യാൻ ഇറങ്ങിയാൽ മലയോര കർഷകരുടെ വിഷയം, ഈ മണ്ഡലത്തിലെ വികസന മുരടിപ്പ് എന്ന് പറയുന്ന ആശയം, ഇപ്പോൾ 227 കോടി രൂപ ഏറ്റവും ഒടുവിൽ ബൈപ്പാസിന് അനുവദിച്ചിട്ടുണ്ട്. 2,000 കോടിയുടെ വികസനമെന്ന് പറയുന്നു. പക്ഷേ ഇതൊന്നും ഈ താൻ ആവശ്യപ്പെട്ടപ്പോൾ തന്നിട്ടില്ലെന്നും മുഹമ്മദ് റിയാസ് ഇടപെട്ട് മുടക്കി എന്നുമാണ് PV അൻവർ എന്ന നിലവിലെ MLA ആയിരുന്ന നേതാവ് പറയുന്നത്. ഇതിനെ എങ്ങനെ നിങ്ങൾ പ്രതിരോധിക്കും സജീഷ്? ഡോക്ടർ അരുൺ, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് താങ്കൾ വില കൽപ്പിക്കുന്നുണ്ടോ? ഇന്ന് താങ്കളെക്കുറിച്ച് പറയും, നാളെ എന്നെക്കുറിച്ച് പറയും, മറ്റുള്ളവരെക്കുറിച്ച് പറയും, വായിൽ തോന്നുന്ന എന്തും വിളിച്ചു പറയും. ഈ പറഞ്ഞ UDF സ്ഥാനാർത്ഥിയെപ്പറ്റി ഒന്ന് പറയുന്നു, അദ്ദേഹം UDF സ്ഥാനാർത്ഥി ആക്കണമെന്ന് പറയുന്ന ആളെപ്പറ്റി വേറെ ഒന്ന് പറയുന്നു, അദ്ദേഹം സമനില തെറ്റി എന്തെല്ലോ വിളിച്ചു പറയുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനൊരു പ്രശസ്തിയുമില്ല എന്നുള്ളതാണ്. അതിന് പറഞ്ഞ സമയം പോക്കാൻ ഞാനതിൽ ഇല്ല. ബാക്കി നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. അടുത്ത ചർച്ചയിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. എനിക്ക് സജീഷ് സമയത്തിന് പരിമിതി ഉള്ളത് കൊണ്ട് ഒന്ന് ഇടപെട്ടോട്ടെ. ഞാൻ അവിടെ നിർത്തുകയാണ്. ബാക്കി നമുക്ക് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. സമയമെത്തി എന്നുള്ളത് കൊണ്ടാണ്. അല്ല, ഞാൻ ഒറ്റ കാര്യം അതല്ല ഡോക്ടർ അരുൺ, എനിക്കൊരു വാചകം പറയണം. താങ്കൾ അല്ല, 1/2 മിനിറ്റ് ആയാലും. ഒന്ന്, തൃക്കാക്കരയും പുതുപ്പള്ളിയും അതുപോലെ പാലക്കാടുമെല്ലാം UDFന്റെ കോട്ടയാണ്. ആ കോട്ടയിൽ ജയിച്ചു എന്ന അഹങ്കാരം വെച്ച് നിൽക്കരുത്. അവിടെയെല്ലാം ഞങ്ങളുടെ വോട്ട് വർദ്ധിച്ചതാണ്. 91 സീറ്റ് നേടുമ്പോൾ ചേലക്കരയിൽ ഞങ്ങൾക്ക് ലഭിച്ചതിനേക്കാൾ വോട്ട് വർദ്ധിച്ചതാണ് എന്നൊക്കെ അനുഭവത്തിന്റെ മുന്നിലുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിനുണ്ടായ മുന്നേറ്റം ഞങ്ങളുടെ മുന്നിലുണ്ട്. ഒരു കാര്യം BJP പ്രതിനിധിയോട് ഒരു വാചകമെങ്കിലും പറയണമല്ലോ. ഒരു കാര്യം, സ്നേഹം ജനങ്ങളോട് നല്ലതാണ്. വയനാടിന് 10 പൈസ തരാത്ത BJP ആണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുനരധിവാസം, ദുരിതാശ്വാസ നിധി വല്ലവരും കേട്ടാൽ തലയിൽ കൈവച്ചു പോകും സുഹൃത്തെ. ആളുകളെ പറ്റിക്കുന്നതിന് അതിരുണ്ട്. അത്രേ എനിക്ക് അതിൽ പറയാം. എല്ലാവരും കൂടി ഒരു കളിച്ച് കരുതി ജനങ്ങൾ നിൽക്കാൻ വേണ്ടി പോകുന്നില്ല. 1/2 മിനിറ്റ് കൊണ്ട് പറയാൻ കഴിയുന്നതാണോ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ? വയനാട് 10 പൈസ തന്നിട്ടുണ്ടോ? 1/2 മിനിറ്റ് പോലും, 1 സെക്കൻഡ് പോലും വേണ്ട. ഞങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലെ. 1 രൂപ വയനാടിന് വേണ്ടി തരാതെ വിശദമായി ചർച്ച ചെയ്യാം. സമയമായതുകൊണ്ടാണ് നന്ദി സജീഷ്, നമസ്കാരം. നന്ദി ജോർജ് പൊടിപ്പാറ, നന്ദി.
Debate with Dr. Arun Kumar.